അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്തു, ബാസ്ക്കറ്റ് ബോൾ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർ വന്ന് എത്ര പോയിൻ്റ് എടുക്കും എന്നൊക്കെ നോക്കി ദേവേട്ടനും ഞാനും രാജുവേട്ടനും ഒക്കെ കളിച്ചു കേട്ടോ. നന്നായിരുന്നു, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഈ കുട്ടികൾ കളിക്കാനൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ കളിക്കാനൊന്നും ചെല്ലില്ലല്ലോ. പക്ഷെ അവരോട് കളിക്കാൻ ചെല്ലുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. അവർ കൂടെ പോയി കളിക്കുന്ന സമയത്ത് നമുക്കും അതെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ഗെയിംസിലൊക്കെ ഭയങ്കര വീക്കാണ് കേട്ടോ. എനിക്കിതൊന്നും തീരെ വയ്ക്കില്ല. പക്ഷെ എന്നാലും എന്തോ ഭാഗ്യത്തിന് 1-2 വട്ടമൊക്കെ എൻ്റെയും ബാസ്ക്കറ്റ് ബോൾ അതിനകത്തോട്ട് വീണു. രാജുവേട്ടനും അതെ ഇങ്ങനത്തെ എല്ലാവിധ ആക്ടിവിറ്റീസിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ദേവേട്ടനും എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു ബോൾ അതിനകത്തോട്ട് ഇടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ വീടിൻ്റെ അകത്ത് നമ്മൾ മുറ്റത്ത് ഇത്രയും വലിയ സ്ഥലം ഉണ്ടായിട്ടും ഒരു പ്രത്യേക തരം ക്രിക്കറ്റ് കളിയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ ഉള്ള സിറ്റ് ഔട്ടിലെ സ്പേസിൽ എല്ലാവരും കൂടി നിന്നിട്ട് ഒറ്റ ഷോട്ടിൽ ക്യാച്ച് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ കുറേ റൂൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം. അങ്ങനെ ക്ഷീണം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അന്ന് വൈകിട്ട് ചെറുകര ശിവക്ഷേത്രത്തിൽ ഞങ്ങളുടെ വക ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ ഒരുമിച്ച് കൂടി ചുറ്റുവിളക്കൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇത്തിരി മുന്നേ ആഘോഷിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ സ്ഥിതിക്ക് നമ്മൾ ന്യൂ ഇയർ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ചെറിയച്ഛൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത് അവിടുന്ന് ഇതിന് വേണ്ട കുറേ ഐറ്റംസ് കൊണ്ടുവന്നു കേട്ടോ. ഈ ഗുണ്ട്, അതുപോലെ പൂത്തിരി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടുക, അതുപോലെ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഈ വക ഐറ്റംസൊക്കെ പൊട്ടിക്കാനൊക്കെ അറിയാം കേട്ടോ. ഈ പൂത്തിരി, അതുപോലെ തന്നെ നിലച്ചക്രം. എനിക്ക് പക്ഷേ ഇതൊക്കെ പേടിയാണ്. എനിക്ക് ആകെ അറിയുന്നതാണ് ഈ കമ്പിത്തിരി. ഞാനിത് ഇത്ര മനോഹരമായിട്ടാണ് കറക്കുന്നത്, കണ്ടില്ലേ. ചെറിയൊരു പെട്ടി സാധനങ്ങളാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലാവിഷായിട്ട് അവിടെ ഇവിടെ ചറ പറ എന്ന് പറഞ്ഞ് പൊട്ടിക്കായിരുന്നു. വല്യച്ഛൻ, ചെറിയച്ഛൻ, അതുപോലെ തന്നെ മാമ, ദേവേട്ടൻ, ആദി, ആഗു, അച്ചു, അതുപോലെ അമ്മായി ഭയങ്കര ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയൊന്നും ഇല്ലാത്തൊരാളാണ്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ സ്നേഹ ഉണ്ടായിരുന്നു, കീർത്തി ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഏകദേശം ഞങ്ങളൊക്കെ ഒരേ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരേ കാറ്റഗറി ആൾക്കാരാണ്. ഞങ്ങൾക്ക് ദൈവ കാര്യങ്ങളിലൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ മാമയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കും. ഞങ്ങൾ കുറേ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയി നല്ല അടിച്ചു പൊളിച്ച് നല്ല വൈബാണ്. ഞങ്ങളുടെ വീട്ടിലെ ചുറ്റുപാടൊക്കെ ആയിട്ട് ഒത്തുപോകാൻ പറ്റിയ ഒരാളാണ് ദേവേട്ടൻ കേട്ടോ. ദേവേട്ടനും അത് തെളിയിച്ചു. പുറത്തെ ഈ വക കലാപരിപാടികൾക്ക് ശേഷം എല്ലാവരും വീട്ടിനകത്തോട്ട് കയറിയപ്പോഴാണ് വല്യച്ഛൻ പറഞ്ഞത് നമുക്ക് തായം കളിച്ചാലോ എന്ന് പറഞ്ഞു കേട്ടോ. തായം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല, കുറച്ച് പണ്ടത്തെ കളിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ലൂഡോ ഗെയിമിൻ്റെ ഒരു ഏകദേശം അതുപോലെയാണ്. ഞങ്ങൾ 2 ടീമായി തിരിഞ്ഞു. ഞാൻ, മാമ, ദേവേട്ടൻ, കീർത്തി ചേച്ചി, ഞങ്ങൾ 4 പേരും ഒരു ടീം. അമ്മായി, വല്യച്ഛൻ, ചെറിയച്ഛൻ, മേമ, ഇവർ 4 പേരും അടുത്ത ടീം. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തടുത്തല്ല ഇരിക്കുക, ഒന്നിടെ വെട്ട് അങ്ങനെയാണ് ഇരിക്കുക. ഞാനൊരു ടീം എ, അടുത്താൾ ടീം ബി, അടുത്താൾ ടീം എ, അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്കൊരു ടീമിന് 5 കോയിൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 1 വന്നാലേ നമുക്കതിൽ ഒരെണ്ണം എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ 5 വട്ടം വരണം. 2 ടീമും കൂടി പോകുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ള ആൾക്കാരെ വെട്ടാൻ പറ്റും. പിന്നെ അമ്പലം എന്നുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടാനൊന്നും പറ്റില്ല, അവിടെ നമ്മൾ സേഫാണ്. അങ്ങനെ എന്തൊക്കെയോ കുറേ റൂൾസൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ. അപ്പോൾ ലൂഡോൻ്റെ പോലെ തന്നെയാണ്. പക്ഷെ ലൂഡോ നമുക്ക് ഉള്ളിലോട്ട് കയറിയാൽ നമ്മൾ കളി ജയിച്ചു. ഇത് നമ്മൾ കളിച്ചിട്ട് അവിടുന്ന് ഉള്ളിലോട്ട് കയറി അവിടുന്ന് വീണ്ടും മണ്ണിട്ട് പുറത്ത് വന്ന് ഇതേപോലെ തിരിച്ച് പുറത്തിറങ്ങണം. അതാണ് ഈ ഗെയിം. എന്തായാലും നല്ല രസകരമായ
കുറേ നിമിഷങ്ങളായിരുന്നു തായം കളി സമയത്തൊക്കെ. ഗെയിം തുടങ്ങി ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം പണി പാളിയുണ്ടോയെന്ന്. കാരണം എന്താ വെച്ചാൽ വലിയച്ഛനിത് നന്നായിട്ട് കളിക്കുന്നുണ്ട്, പിന്നെ അമ്മായിക്കും അതിൻ്റെ അതിടുന്നൊരു നാക്കൊക്കെ കുറച്ച് വശമുണ്ട്. ഞാനും ദേവേട്ടനൊക്കെ വൻ പരാജയമായിരുന്നു. പിന്നെ മാമ കുറച്ച് കുഴപ്പമില്ലാതൊക്കെ കളിച്ചു. എന്തായാലും അവസാനം ഞങ്ങൾ ടീം തോറ്റിരിക്കുന്നു, മറ്റേ ടീം ജയിച്ചിരിക്കുന്നു. എന്തായാലും ഗെയിമിൽ വൻ പരാജയമാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അപ്പം ഞങ്ങൾ നല്ലൊരു പിടി പിടിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു. മാമ പറഞ്ഞത് അന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയത് മാമയാണ് എന്നൊക്കെയാണ്. പക്ഷെ ആ ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റ് കാരണം അതങ്ങോട്ട് വിശ്വസിക്കാൻ അത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ശരി, ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു. ആദ്യക്ക് എരിവൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കറി കൊടുത്താലും കഴിക്കില്ല. ചിക്കൻ എത്ര എരിവുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഒരു ഗെയിമിലോട്ട് കിടക്കാനുള്ള ഒരു പ്ലാൻ. അങ്ങനെ മാമയുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പോയി ഞങ്ങളെല്ലാവരും അവിടെ സെറ്റായി. ദംഷറാട്സ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ 2 ടീമായി തിരിഞ്ഞു. ടീം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ ഒരു ടീം, പെണ്ണുങ്ങൾ അടുത്ത ടീം, അങ്ങനെ 2 ടീം. അപ്പോൾ നമ്മളൊരു സിനിമയുടെ പേര് അപ്പുറത്തെ ടീമിലുള്ള ഒരാൾ വരുന്നു, അവർക്കത് പറഞ്ഞു കൊടുക്കുന്നു, അവരത് പോയി ആക്ഷൻ കാണിക്കുന്നു, ആ ടീമുകാരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നു. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഓരോ നെയിം കൊടുത്തു. എല്ലാവരും എല്ലാവരും അത് ആക്ട് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു കേട്ടോ. അങ്ങനെ ആരും ഇത് പറയാതിരുന്നില്ല. പിന്നെ ഈ വക കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. അവർ കാണിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കൺവേ ആവും നമുക്ക്. പലരുടെയും പല കഴിവുകളും പുറത്തു വന്നു. എന്തായാലും നല്ല എൻജോയ്മെൻ്റാണ്. നല്ല രസമാട്ടോ. നമ്മൾ വീട്ടിലിപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മേമ്മ വല്യമ്മ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഇവരൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യില്ലല്ലോ, ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുകയല്ലേ. പക്ഷേ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായി നല്ല രസമാണ് എന്തായാലും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊക്കെ എല്ലാവരും വരുന്ന സമയത്ത് വെക്കേഷൻസിനൊക്കെ നമ്മളിങ്ങനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക. നമ്മൾ യാത്രകൾ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഒരുമിച്ചിരുന്നൊരു സിനിമ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കുറേ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. കാരണം നമ്മുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് അതേപോലെ എപ്പോഴും അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പല വീഡിയോസിലും നമുക്ക് എല്ലാവരുടെയും എല്ലാ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അത്രയും വലിയ വീഡിയോ ഒക്കെ ആകുമ്പോൾ അതിപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാതൊന്നും ഇട്ടിട്ടില്ല. ഞാനിനി എൻ്റെ വീട്ടിലുള്ള ആൾക്കാരനൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. വീഡിയോ ഓൺ വോയിസ് ചെയ്യുന്ന സമയത്ത് ദേവേട്ടന് എന്തൊക്കെയോ കുറേ കമൻസൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാവം ദേവേട്ടൻ ഷൂട്ടിന് പോയതുകൊണ്ട് ഇനി വീഡിയോ ഇടാൻ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മാത്രം വോയിസിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. പക്ഷേ ഏകദേശം 12 മണിയൊക്കെ ആയി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോയി. അടുത്ത ദിവസം അതിരാവിലെ എണീറ്റു. കുട്ടികളാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് രാവിലെ തന്നെ ക്രിക്കറ്റ് കളി തുടങ്ങി. മാമ, ദേവേട്ടൻ, അച്ചു, ആദു, ആഗു, അപ്പു എല്ലാവരും കൂടി കളി തുടങ്ങി. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം ദേവേട്ടന് ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. ക്രിക്കറ്റിനെ പറ്റി എവിടെയെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ തീരുമാനമായി. അതുകൊണ്ട് തന്നെ അവിടുന്ന് ദേവേട്ടനെ പിടിച്ചു. അങ്ങനെ വീട്ടിലെ കുളിയും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ദേവേട്ടൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അന്ന് അവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സർപ്പക്കാവിൽ പൂജയായിരുന്നു. എല്ലാ മാസവും ഒരു ദിവസം പൂജ ഉണ്ടാവും. അപ്പം അങ്ങനെ പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന് ഞങ്ങൾ പൂജയിൽ പങ്കെടുത്തു. അവിടെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് മേമ, അനീഷ്, മോഹനമാമ, ഗീതമായി, കവിത ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് അന്ന് വീട്ടിലോട്ട് വന്നു. ഇനി തുടർന്ന് വെറുപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.
അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണേ. കുറേ പേരിങ്ങനെ പറഞ്ഞിരുന്നു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ചെയ്തതായി വീഡിയോ. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേവേട്ടൻ വന്നിട്ട് അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.